Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. പ്രിയപ്പെട്ട ദൈവജനമേ, ദാ നമ്മളെല്ലാവരും വലിയ ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കുചേരുകയാണ്. കർത്താവ് നമ്മളെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. കിങ്ഡം ഓഫ് ഗോഡ് എന്ന ഈ വലിയ ശുശ്രൂഷ, വചനം പഠിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിക്കുന്ന ശുശ്രൂഷ, കർത്താവിൽ നമുക്കെല്ലാവർക്കും ആശ്രയിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്നിടങ്ങളിൽ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ശരീരം, മനസ്സാത്മാവ്, നമ്മുടെ അന്തരീക്ഷം മുഴുവൻ ദൈവത്തിന് സമർപ്പിക്കാം. കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾ ആത്മീയമായിട്ട് ഉയർത്തണമേ. ഞങ്ങൾ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ കർത്താവെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നിരാശ മാറി കർത്താവെ അങ്ങയുടെ വലിയ പ്രത്യാശ നിറയട്ടെ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളിലേക്കും ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കൈകളെ കടിച്ച് സന്തോഷത്തോടെ പാടാം. ആത്മാവിൻ തീ, സ്വർഗീയ തീ എൻ്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ഞാനായ യേശുവിൻ നാമമുയർത്താൻ എൻ്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ചേർന്ന് പാടിയേ. ആത്മാവിൻ തീ, സ്വർഗീയ തീ എൻ്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ഞാനായ യേശുവിൻ നാമമുയർത്താൻ എൻ്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ശക്തിയോടെ ഞാൻ നിനക്കായി കത്തി എരിഞ്ഞിടാം, ഞാൻ നിന്റെ വേലയെ തികച്ചിടാം. ഞാൻ നിനക്കായി കത്തി എരിഞ്ഞിടാം, ഞാൻ നിന്റെ വേലയെ തികച്ചിടാം. നിനക്കായിട്ടല്ലോ ഈ ജീവിതം എൻ്റെ യേശു. കരങ്ങൾ ഉയർത്തി കൈകൾ അടിച്ച് നിനക്കായിട്ടല്ലോ ഈ ജീവിതം എൻ്റെ യേശുവേ. ആമേൻ, ആമേൻ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. ശുശ്രൂഷ സമയം വെളിപ്പെടണേ. ദൈവമക്കളുടെ മേൽ വെളിപ്പെടണേ. ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. ഓരോ വ്യക്തിയുടെ മേൽ ഈ നിമിഷം തന്നെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടട്ടെ, വ്യാപരിക്കപ്പെടട്ടെ. കർത്താവേ, എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്തു മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം ദൈവജനത്തിന്റെ മേല് വെളിപ്പെടട്ടെ. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. യേശുവിന്റെ നാമത്തില്, വിശുദ്ധ കുരിശിന്റെ ശക്തിയാല്, രക്തത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് നിറയട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സന്തോഷത്തോടെ കൈകൾ കൂപ്പി ഒന്ന് പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തൊട്ടടുത്തൊക്കെ നിൽക്കുന്നവരൊന്ന് വിളിച്ചേ, അവരോടൊക്കെ ഒന്ന് സന്തോഷത്തോടുകൂടെ ഒന്ന് കൈകൂപ്പിയോ അവരുടെ കൈയൊന്ന് ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്വസ്ഥമായിട്ട് നമുക്ക് ഇരിക്കാം. നമ്മൾ വചനം പഠിക്കാൻ പോവാ. കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യ ശുശ്രൂഷയിൽ നമ്മൾ വചനം പഠിക്കാൻ പോവാ. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന വചനം, അത് യോഹന്നാൻ്റെ സുവിശേഷം, സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 11 അധ്യായം 3-4 തിരുവചനം. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 11 വേർഡ്സ് 3 and 4. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗം നമുക്ക് പരിചയമുള്ളതാണ്. ഈ വചനഭാഗം നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതേതാണ്, ഇതിൻ്റെ കോണ്ടസ്റ്റ്, ഇതിൻ്റെ സംഭവ പശ്ചാത്തലങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ഇതുവഴി ദൈവത്തിൻ്റെ ആത്മാവ് ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്താൻ പോവാം. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം, അല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം തുറന്നേ, 11 അധ്യായം 3-4 തിരുവചനം. വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: കർത്താവേ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ അവൻ്റെ അടുക്കലേക്ക് ആളയച്ചു. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. അതായത് നമ്മുടെ ലാസർ
രോഗിയായി. ലാസർ രോഗിയായി. അപ്പോൾ ഈ വാർത്ത ഈശോയുടെ പക്കലേക്ക് ദൂതന്മാർ വഴിയാണ് ഇതാ അവൻ്റെ സഹോദരിമാർ അറിയിക്കുന്നത്. ആരാണ് ലാസറിൻ്റെ സഹോദരിമാർ? നമുക്ക് പരിചയമുണ്ടല്ലോ, മർത്തായും മറിയവും. അവർ ദൂതൻ വഴിയാണ് അറിയിക്കുന്നത്. അപ്പോൾ ഈശോ അതിന് കൊടുക്കുന്ന മറുപടിയും കൂടെയാണ് നമ്മൾ വായിച്ചതും കേട്ടതും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ഉള്ളിലുള്ള വലിയ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ തിരുവചനം. ചോദ്യം ഇതാണ്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കഷ്ടപ്പാടുണ്ടാകുമോ? അല്ലെങ്കിൽ മറ്റൊരു വാക്യം പറയാം, ദൈവം സ്നേഹിക്കുന്നവർക്ക് കഷ്ടപ്പാടുണ്ടാകുമോ? ഉണ്ടാകുമോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ദൈവം സ്നേഹിക്കുന്നവർക്ക് രോഗമുണ്ടാകുമോ? ദൈവം സ്നേഹിക്കുന്നവർക്ക് ഭാരമുണ്ടാകുമോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് രോഗമുണ്ടാകുമോ? അല്ലേ? കടബാധ്യത വരുമോ? അപമാനം വരുമോ? ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ടല്ലോ. കാരണം ഇങ്ങനെ ചിന്തിക്കാൻ കാരണം പൊതുവെ പഴയ നിയമ പശ്ചാത്തലത്തിൽ ചിന്തിച്ചു വച്ചിരിക്കുന്നത് രോഗം, കടബാധ്യത, ഭാരം എല്ലാം ഉണ്ടാവുന്നത് ദൈവശാപത്തിൻ്റെ ഫലമാണ് എന്നൊരു ചിന്തയുണ്ട്. ദൈവം ശപിച്ചതാണെന്നൊക്കെ ചിന്തിക്കും. എന്നാൽ പുതിയ നിയമത്തിലെത്തുമ്പോൾ ഈ ചോദ്യത്തിന് കൃത്യമായ ഒരു വ്യാഖ്യാനം യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം നൽകുകയാണ്. ദൈവം സ്നേഹിക്കുന്നവർക്ക് രോഗമുണ്ടാകുമോ? കഷ്ടപ്പാടുണ്ടാകുമോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്കുണ്ടാകുമോ? പ്രിയപ്പെട്ടവരെ, ഉണ്ടാകും എന്ന് തന്നെയാണ് വചനം പഠിപ്പിക്കുന്നത്. ദൈവം സ്നേഹിക്കുന്നവർക്ക് രോഗമുണ്ടാകും, ദൈവം സ്നേഹിക്കുന്നവർക്ക് കഷ്ടപ്പാടുണ്ടാകും. യെസ്. ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുടെ കുടുംബങ്ങളിൽ പല പല ദുഃഖം, ദുരിതം, തടസ്സം. ദൈവമേ ഇതെന്താണ് എന്നല്ല ചോദിക്കുന്നത്. വചന ഉത്തരം പറയുകയാണ്. ലാസറിൻ്റെ സഹോദരിമാർ ഈശോയുടെ പക്കലേക്ക് ദൂതനെ അയച്ചിട്ട് എന്താ പറഞ്ഞെന്നറിയാവോ? വചനം പഠിപ്പിക്കുന്നത്, കർത്താവേ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. ലാസറിന് ഈശോയെ സ്നേഹമുണ്ടെന്ന് മാത്രമല്ല, ഈശോയ്ക്ക് ലാസറിനെ അത്രമേൽ സ്നേഹമാണ്. ഈശോയ്ക്ക് ലാസറിനെ അത്രമേൽ സ്നേഹമാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, കർത്താവേ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. ഈ വചനം വായിക്കുമ്പോൾ പഠിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ രോഗവും കഷ്ടപ്പാടും ഭാരവും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവം ഉപേക്ഷിച്ചതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ഇതുപോലെ കഷ്ടപ്പാടുകൾ ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഉപേക്ഷിച്ചതായിട്ട് കണക്കാക്കല്ലേ. ദൈവം ഉപേക്ഷിച്ചതായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ നീ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് വിട്ടുപോകും. ഇപ്പോഴുള്ള ഈ രോഗം, പീഡ, കഷ്ടപ്പാട് ദൈവം ഉപേക്ഷിച്ചതിൻ്റെ അല്ല. നിന്നെ ദൈവത്തിന് അത്രമേൽ സ്നേഹമുണ്ട് സഹോദരാ. അപ്പം അടുത്ത ചോദ്യം വരും, പിന്നെ എന്തിനാ ഞാൻ ഈ കഷ്ടപ്പാട്? പിന്നെ എന്തിനാണ് ഞാൻ ഈ അവസ്ഥ? എന്തിനാ? അതാണ് 4-ാം തിരുവചനം. വചനം വായിച്ചേ. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. എന്തിനാ? ദൈവസന്നിധിയിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഇതാ ഉത്തരം കൊടുക്കുകയാണ്. ഈശോ പറയാണ് 2 കാര്യങ്ങൾ. എന്താണ്? ഒന്ന്, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, ഫുൾ സ്റ്റോപ്പ്. 1-ാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം, ഇത് ദൈവമഹത്വത്തിന് വേണ്ടിയുള്ളതാണ്. ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഒരു പ്രതിസന്ധി, രോഗം, കഷ്ടപ്പാടുണ്ടാകുമ്പോൾ ഈശോ എന്തു ചെയ്യുന്നു? ഈശോ ആദ്യം തന്നെ ഒരു വചനം കൊടുക്കുകയാണ്. വചനം, അതാണ് വചനം. ഈശോ പറഞ്ഞ് 2 കാര്യങ്ങൾ, അത് വചനമാണ്. ഈ വചനം പിടിച്ചോളാനാ പറയണം. ആദ്യം തന്നെ വചനം. വചനം ഒരു വിത്താണ്. ആ വിത്ത് ഇങ്ങനെ വീഴും, എന്നിട്ട് സാവധാനം സാവധാനം മുള ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും. വചനം. അതുകൊണ്ടാണ് ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവരാദ്യം പറയും, നിങ്ങളിരുന്ന് വചനം കേൾക്കൂ, വചനം കേട്ടാൽ നിന്റെ ഉള്ളിൽ ഫലം ചൂടും. നമുക്കതിനല്ല താല്പര്യം, നമുക്ക് അത്ഭുതം കാണാനാണ് ഇഷ്ടം.
നമുക്ക് ഉടനെ തന്നെ രോഗശാന്തി കാണാനാണ്. എന്നാൽ ഈശോ പറയുന്നത് എന്താണെന്നറിയാവോ? ഈശോ പറയുന്നത്, നിനക്ക് രോഗശാന്തി, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ദർശിക്കണമെങ്കിൽ ആദ്യം നീ വചനം കേൾക്കണം. വചനം കേൾക്കണം. ഈ കിങ്ഡം ഓഫ് ഗോഡ് എന്ന ശുശ്രൂഷയിൽ നമ്മൾ ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എന്താണ്? വചനം. അപ്പോൾ വചനത്തിൻ്റെ ഉദ്ദേശം എന്താ? വചനം ഒരു വിത്താണ്. ആ വിത്ത് അവിടെ കിടന്ന് സാവധാനം മുള പൊട്ടി ഇങ്ങനെ വരും, അല്ലേ? കർഷകൻ തൻ്റെ പാടത്ത് വിത്ത് വിതയ്ക്കുമ്പോൾ ആ പാടത്ത് വിത്ത് വിതയ്ക്കുന്നതോടൊപ്പം തന്നെ കർഷകൻ കാണുന്നൊരു സ്വപ്നമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഈ വിത്ത് ഇങ്ങനെ പൊട്ടി മുളച്ച് വളർന്ന് ഫലം ചൂടി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം ആ കർഷകൻ്റെ സ്വപ്നത്തിലുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കും. എൻ്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് വചനം വായിക്കണം, വചനം പഠിക്കണം, വചനം ധ്യാനിക്കണമെന്ന് പറയുന്നത്. വചനമുണ്ടോ അത് ഇന്നല്ലെങ്കിൽ നാളെ അത് ഫലം ചൂടും. അപ്പോൾ ഈശോ എന്താ പറയുന്നത്? ഈശോ പറയുന്നത്, ഈ രോഗം മരണത്തിൽ കലാശിക്കാനുള്ളതല്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന രോഗികളുണ്ട്, ചില പ്രശ്നങ്ങളിൽപ്പെട്ട് കണ്ണുനീർ തൂകുന്നവരുണ്ട്. ദേ വിശ്വസിച്ചോണം, ഈ പ്രശ്നം ഇത് നിന്റെ അവസാനമല്ലെന്ന്. ഈ രോഗം ഇത് നിന്റെ ജീവിതത്തിൽ മരണത്തിലേക്കല്ല. ഇന്നത്തെ നിന്റെ സാമ്പത്തിക തകർച്ച, ബന്ധ തകർച്ച ഇത് നിന്നെ നശിപ്പിക്കാനുള്ളതല്ല. പിന്നെയോ ഇതുവഴി ഒരു ദൈവമഹത്വം സംഭവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്കുണ്ടാവുന്ന എല്ലാ ഞെരുക്കങ്ങളും എല്ലാ ഭാരങ്ങളും ഇതുപോലെ ദൈവമഹത്വത്തിനുള്ളതാണ്. നീ അതിൽ അവസാനിക്കാനുള്ളതല്ല. അവസാനിക്കാനുള്ളതാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ജീവിക്കാൻ പറ്റില്ല. ദൈവം പറയുന്നു, ഇത് നിന്റെ അവസാനമല്ല, ഇതാ നിന്നിൽ ദൈവം പണിതുയർത്താൻ പോകുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കാനായിലെ വിവാഹ വിരുന്നിൽ വീഞ്ഞു തീർന്നുപോയി. വലിയ നാണക്കേടല്ലേ, വലിയ ഭാരമല്ലേ? എന്നാൽ ആ വീഞ്ഞ് തീർന്നുപോയ ആ ഭാരപ്പെട്ട അനുഭവത്തെ ദൈവം ഒരു മഹത്തകരമായ കൃപയാക്കി ഉയർത്തി, ഒരത്ഭുതമാക്കി ഉയർത്തി. എന്നതിൻ്റെ അർത്ഥം എന്താണ്? എവിടെ കുറവുണ്ടോ ആ കുറവ് ഒരു അവസാനമല്ല, അതൊരു നിറവാക്കി ദൈവം ഉയർത്തും. ഞാനൊരു പെൺകുട്ടിയെ ഓർക്കുന്നുണ്ട്. ഇവൾ ഡൽഹിയിൽ നേഴ്സായിട്ട് വിദേശത്തേക്ക് പോകാൻ വേണ്ടി കേരളത്തിൽ നിന്നെത്തിയതാ. ബാങ്കിൽ നിന്ന് പണമെടുത്ത് ലോൺ എടുത്തിട്ടാണ്, വീട് പണയമൊക്കെ വെച്ചിട്ടാണ് വീട്ടുകാർ ഇവളെ വിദേശത്തേക്ക് സ്വപ്നം കണ്ട് വിദേശത്തേക്ക് ഏറ്റുവിടാൻ ഡൽഹിയിലെത്തിച്ചത്. പ്രിയപ്പെട്ടവരെ, ഡൽഹിയിലെത്തിയപ്പോഴാണ് അറിയുന്നത്, ഞെട്ടിക്കുന്ന വിവരം, ഇവരുടെ ട്രാവൽ ഏജൻറ്റ് ആ കിട്ടിയ പണവുമായിട്ട് മുങ്ങി. ഇനി എന്തു ചെയ്യും? ഈ പെൺകുട്ടിക്ക് തിരിച്ചു പോകാനായിട്ട് യാതൊരു മാർഗവും ഇല്ല. കരച്ചിലും പിഴിച്ചിലും. നമ്മുടെ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകർ പറഞ്ഞു, ഇവളുടെ എന്ത് ചെയ്യൂ അച്ഛാ? അപ്പം ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ചെയ്യ്, ധ്യാന കേന്ദ്രത്തിൽ വന്ന് കുറച്ച് നാൾ പ്രാർത്ഥിക്കട്ടെ. ഇവൾ 24 മണിക്കൂറും കരച്ചിലാണ്. എന്നെ പറ്റിച്ചു, ഇനി എങ്ങനെ ഞാൻ വീട്ടിൽ പോകും? ബാങ്കിൽ നിന്ന് കടമെടുത്തിരിക്കുന്നു, എന്ത് ചെയ്യും? ഭാരം, വലിയ ഭാരം, സങ്കടം. ജീവിതം തീർന്നു, ഇനി ഒരു വഴിയില്ലെന്നുള്ളതാ. ആ നാളുകളിൽ ഇവളോട് ഞാൻ പറഞ്ഞു കൊടുത്തു, നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കാതെ, ദൈവം അറിയാതെ വല്ലോ സംഭവിക്കില്ലല്ലോ. ദൈവം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം ഇതിനൊരു മറുവശം കൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടൊരു കാര്യം ചെയ്യ്, നീ ഈശോയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട്, നിത്യാരാധന ചാപ്പലുണ്ടല്ലോ, ആ ചാപ്പലിരുന്ന് വചനം പഠിക്ക്. ഒരു സമ്പൂർണ്ണ ബൈബിൾ കൊടുത്ത് 1-2 നോട്ട് ബുക്കും പേനയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, നീ വചനം വായിക്ക്. എന്നിട്ട് ചില വചനങ്ങൾ ഇഷ്ടപ്പെടുമ്പോൾ അത് ആ നോട്ട് ബുക്കിൽ ഇങ്ങനെ പകർത്തണം. എന്നിട്ട് നീ വചനം പഠിക്കുക. എൻ്റെ പ്രിയരെ, ഏകദേശം 3-4 മാസത്തോളം ധ്യാന കേന്ദ്രത്തിൽ അൾത്താരുടെ മുമ്പിൽ നിത്യാരാധന ചാപ്പലിരുന്നുകൊണ്ട് ഇതിങ്ങനെ വചനം പഠിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ആ ധ്യാന മന്ദിരത്തിൽ ധ്യാനം കൂടാൻ വന്ന ഒരു വ്യക്തി. അദ്ദേഹം വിദേശത്തേക്ക് നേഴ്സുമാരെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തെ പരിചയപ്പെട്ടു. 5 പൈസ പോലും വാങ്ങാതെ ഈ പെൺകുട്ടി വിദേശത്ത് ഗൾഫിൽ ഇന്ന സ്ഥലത്തേക്ക് ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് ഈ പെൺകുട്ടിയെ അയച്ചു. വലിയ ദൈവാനുഗ്രഹം. ഞാൻ ഓർക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളുകൾക്ക് മുമ്പ് ഗൾഫിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഒരു പള്ളിയിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ ആ ദിവസത്തെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ നമുക്ക് ഇന്നൊരു ലേബർ ക്യാമ്പിൽ പോകാം.
ദൂരെ ഒരു മരുഭൂമിയിലാണ്, ഒരു ലേബർ ക്യാമ്പിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകാം. അവിടെ ഒരു 500ഓളം വരുന്ന പല സ്ഥലങ്ങളിൽ നിന്നൊരു ഒരുമിച്ച് കൂടി ഒരു പ്രാർത്ഥന ശുശ്രൂഷ നടക്കുന്നു ലേബർ ക്യാമ്പിൽ. പാവപ്പെട്ടവർ അവരിവിടെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കാണുന്ന കാഴ്ച, ഒരു പെൺകുട്ടി അവിടെ ആ ഗ്രൂപ്പിൽ നിന്ന് വചനം പറഞ്ഞ് അവരെ പഠിപ്പിക്കുന്നു, പ്രാർത്ഥിപ്പിക്കുന്നു, സ്തുതിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന പെൺകുട്ടി എന്നെ കണ്ടെന്നോട് ചോദിച്ചു, അച്ഛൻ എന്നെ അറിയാവോ? ഞാൻ പറഞ്ഞു, നിന്റെ സ്വരം നല്ല ഫെമിലിയർ ആണെന്ന് മാത്രമല്ല, നിന്റെ മുഖത്തു നിന്ന് ഒഴുകിയ കണ്ണുനീർ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പ്രിയപ്പെട്ടവരെ, നാളുകൾക്ക് മുമ്പ് ഡൽഹി ധ്യാന മന്ദിരത്തിൽ വന്നിരുന്ന് കരഞ്ഞ പെൺകുട്ടി ഇവിടെ എന്നോട് പറഞ്ഞ, അച്ഛാ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ, ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലാണ് എൻ്റെ ജോലി, നല്ല ശമ്പളം, നല്ല ജീവിതം, അവധി കിട്ടുന്ന സമയത്ത് ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങും. അപ്പം ഞാൻ ചോദിച്ചു, നിനക്കെങ്ങനെയാണ് ഈ വചനം പറയാൻ കൃപ കിട്ടിയത്? അച്ഛാ, ഞാൻ അവിടെ താമസിച്ച 4 മാസക്കാലം ധ്യാന മന്ദിരത്തിൽ നിത്യാരാധന ചാപ്പലിൻ്റെ മുമ്പിൽ ഇരുന്നില്ല അച്ഛാ. അച്ഛനെന്ന് എനിക്കിത് വാങ്ങിത്തന്ന നോട്ട് ബുക്ക് എടുത്തിട്ട് പറഞ്ഞു, അച്ഛാ അന്ന് എഴുതിയ വചനമാണ് ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നത്, അന്ന് ഞാൻ എഴുതിയ വചനമാണ് ഇന്ന് പ്രസംഗിക്കുന്നത്. കാരണം അത്രത്തോളം എൻ്റെ ഉള്ളിൽ നിന്നുള്ള വചനമാണ്. ദൈവം തൊടുകയാണ് അച്ഛാ. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. എല്ലാ സ്വപ്നങ്ങളും തകർന്നു എന്ന് ചിന്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനം അവിടെ ഫലം ചൂടുകയാണ്. ഇവിടെ ഇരിക്കുന്ന അനേകരുടെ ഉള്ളിൽ ഇതുപോലെയുള്ള അനേക സംഭവങ്ങൾ ഉണ്ടാകുമല്ലോ. നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ഓരോന്നും നിന്റെ അവസാനമല്ല, വചനം പഠിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള ഒരു അവസരമായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. അത് അത്ഭുതകരമായിട്ട് മാറും. നീ വിശ്വസിക്കണം, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ദൈവം സ്നേഹിക്കുന്നവർക്ക് രോഗങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം ഉണ്ടാകും. പക്ഷേ അത് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ തുടർന്നുള്ള ആരാധന സമയത്ത് നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ദൈവമേ, എൻ്റെ മേൽ അത്ഭുതകരമായിട്ട് ഇടപെടണമേ. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സങ്കടം, രോഗം, പീഡ അതൊരനുഗ്രഹമാക്കി മാറ്റണമേ. അതിനുള്ള വലിയ ആരാധന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും. നിൻ ജീവനിൻ പേർക്കായി തന്നതിനാൽ നീ എൻ്റെ സർവവും എല്ലാറ്റിലും. തേനിലും മധുരമാം, തേനിലും മധുരമാം യേശു ക്രിസ്തു മാധുര്യമാം. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാം. തേനിലും മധുരമാം, തേനിലും മധുരമാം യേശു ക്രിസ്തു മാധുര്യമാം. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാം. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഓ ദൈവമേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളിലേക്ക് നിറയട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി കർത്താവ് ചൊരിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദര, സഹോദരി, പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഇതാ ഈശോ നിന്നോട് സംസാരിക്കുകയാണ്. ഇന്ന് നീ കടന്നു പോകുന്ന രോഗം, കഷ്ടത, ദുഃഖം, എല്ലാ കാര്യങ്ങളും ദൈവത്തിനറിയാം. ദൈവമറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവമറിയാതെ ഒന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ഇതാ അത്ഭുതകരമായ ദൈവശക്തി നിന്നിലേക്ക് വെളിപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 3-4 തിരുവചനം. ഇതാ ലാസർ രോഗിയാണെന്നറിഞ്ഞപ്പോൾ യേശു
ഒരു സന്ദേശം കൊടുത്തു. ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. എൻ്റെ പ്രിയരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് രോഗമുണ്ടാകും, കഷ്ടപ്പാടുകളുണ്ടാവും, പ്രാരാബ്ധങ്ങളുണ്ടാകും. പക്ഷേ അതൊന്നും ഒരിക്കൽ അവസാനമല്ല. ഈശോ നിന്നിൽ ഇടപെടുകയാണ്. ദാ 2 കരങ്ങളും ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച് നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. നിന്നിലേക്ക് കർത്താവിന്റെ കരുണ ഒഴുകട്ടെ. ആരെങ്കിലും നിരാശയിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും രോഗപീഠ വന്നതിന് ശേഷം പ്രാർത്ഥിക്കാൻ പോലും ശക്തിയില്ല, ദുഃഖത്തിലും അസ്വസ്ഥതയിലുമാണെങ്കിൽ, ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ ഇടപെടട്ടെ. അപ്രതീക്ഷിത സംഭവങ്ങൾക്ക് മുമ്പിൽ അസ്വസ്ഥരായിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ, ഇതാ യേശു നിന്നിൽ ഇടപെടട്ടെ. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്നവരുണ്ടല്ലോ, യേശുവിന്റെ വചനം നിന്നിൽ നിറയട്ടെ. സംശയത്തിന്റെ വൈകാരിക തലങ്ങളിൽ ഭയപ്പെട്ടിരിക്കുന്നവരുണ്ടല്ലോ, യേശുവിന്റെ ശക്തി നിന്നിൽ നിറയട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, പരിശുദ്ധാൽത്താരിൽ നിന്നുള്ള ദൈവശക്തി നിന്റെ ശിരസ് മുതൽ ഉള്ളംകാൽ വരെ നിറയട്ടെ. ഇതാ ദൈവശക്തി നിന്നിൽ നിറയുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, വിശ്വസിക്കുന്നു. ശിരസ് മുതൽ ഉള്ളംകാൽ വരെ ദൈവശക്തി എൻ്റെ മേൽ പ്രവഹിക്കട്ടെ. രോഗങ്ങളും രോഗം പരത്തുന്ന കീടാണുക്കളും രോഗപീഠകളും കർത്താവേ എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോവട്ടെ. ഒരു പുതിയ അഭിഷേകം എൻ്റെ ശരീരത്തിലേക്ക് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാവരിലേക്കും ഇടപെടട്ടെ. ഹല്ലേലൂയ. യേശുവേ, രോഗശൈലിയിൽ എനിക്കു വൈദ്യൻ, വിശ്വസിക്കണം. സുഖവേളയിൽ ആശ്വാസകൻ, ഓ കർത്താവേ, കൊടുംവെയിലതിൽ തണലുമവൻ. ആമേൻ, ആമേൻ. എൻ്റെ യേശു എത്ര നല്ലവൻ. യെസ്, യെസ്, കർത്താവ് വിശ്വസിക്കുന്നു. രോഗശയ്യയിൽ എനിക്കു വൈദ്യൻ, ആമേൻ കർത്താവേ. ശോകവേളയിൽ ആശ്വാസകൻ, ഓ കർത്താവേ, വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. കൊടുംവെയിലതിൽ തണലുമവൻ. ആമേൻ കർത്താവേ. എൻ്റെ യേശു എത്ര നല്ലവൻ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശു, യേശു അവനാരിലും വലിയവൻ. ചേർന്ന് പാടിക്കേ. യേശു, എന്റെ യേശു, യേശു ആമേൻ. അവനാരിലും മതിയായവൻ. സ്വരമുയർത്തി പാടാം. യേശു, യേശു, എന്റെ യേശുവേ, യേശു ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അവനാരിലും വലിയവൻ. എന്റെ ഈശോയെ, യേശു, യേശുവേ, യേശു യേശുവേ. അവനാരിലും മതിയായവൻ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, വിശ്വസിക്കുന്നു, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കിടപ്പ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീണ്ട നാളുകളായി ആശുപത്രി കയറി ഇറങ്ങുന്ന എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പാരമ്പര്യ രോഗങ്ങളുടെ അടിമപ്പെട്ട് കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചിരിക്കുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരണാസന്നരായ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാനസിക ദുരിതത്തിലൂടെ കടന്നു പോകുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരാരോരും പോലും ശുശ്രൂഷിക്കാനില്ലാത്ത രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, ഇപ്പോൾ തന്നെ ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായ രോഗശാന്തികൾ സംഭവിക്കട്ടെ. വചനത്തിന്റെ ശക്തി ദൈവമക്കളിലേക്ക് കടന്നു ചെല്ലട്ടെ. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗം വരുന്ന ദുഃഖത്തിന്റെ പീഡ കർത്താവ് എടുത്തു മാറ്റട്ടെ. കർത്താവെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിന്റെ ആത്മാവ് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു മതിയായവനാണ്. രോഗശൈലിയിൽ എനിക്കു വൈദ്യൻ, ആമേൻ. സുഖവേളയിൽ ആശ്വാസകൻ, ഓ കർത്താവേ, കൊടുംവെയിലതിൽ തണലുമവൻ. എന്റെ ഈശോയെ, എൻ്റെ യേശു മതിയായവൻ. ആമേൻ. രോഗശയ്യയിൽ എനിക്കു വൈദ്യൻ,
Yes, Lord, you are my God. ശോകവേളയിൽ ആശ്വാസകൻ, You are my helper. I believe it. കൊടുംവേലതിൽ തണലുമവൻ. Yes, He protect me, O Lord. എന്റെ യേശു മതിയായവൻ. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ സമയം ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നീ വിശ്വസിക്കുക, ഇതാ യേശു നിന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം മുഴുവൻ ഏറ്റെടുക്കുകയാണ്. വചനം നൽകി അനുഗ്രഹിച്ച കർത്താവ് നിന്റെ ജീവിതത്തിന്റെ ഇരുളടഞ്ഞ വഴികളിൽ ഇടപെടുന്നു. ഇന്ന് നീ കടന്നു പോകുന്ന അനുഭവം ഒരിക്കലും അവസാനമല്ല, ദൈവ മഹത്വത്തിനുള്ളതാണ്. വിശ്വസിച്ച് ആശീർവാദം സ്വീകരിക്കാം. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും കൈവിടില്ല, ഒരു നാളും മറക്കുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും